ക്രൂശിതനായ ഈശോയില് അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഇടാനുഭവ തിരുനാള് നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ കുരിശിലൂടെ ഈശോ നേടിത്തന്ന ആ വലിയ അനുഗ്രഹങ്ങള് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങാനായിട്ട് ഈ ദിവസം സാധിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് നമ്മൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സഹനങ്ങൾക്ക്, നമ്മുടെയൊക്കെ കഷ്ടപ്പാടിനും കണ്ണുനീരിനുമൊക്കെ ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട് എന്നും അത് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ്. ദൈവത്തിന്റെ അചഞ്ചല സ്നേഹത്തിന്റെ ഉറപ്പാണ് കുരിശ്. നമ്മുടെയൊക്കെ പാപത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിനെ തേച്ചുമായ്ക്കുന്ന സ്നേഹമാണ് കുരിശ്. നമ്മുടെ സഹനത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിനെ ഏറ്റെടുക്കാൻ ശക്തി നൽകുന്ന സ്നേഹം, ദൈവത്തിന്റെ അളവില്ലാത്ത കരുണയും അളവില്ലാത്ത സ്നേഹവും ക്രിസ്തുവിന്റെ കുരിശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുരിശ് നമുക്ക് നൽകുന്നത് കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ കരുണയുടെ ആഴമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി എന്നും ഈ കുരിശാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷ എന്നും നമ്മൾ ഏറ്റുപറയേണ്ട ദിവസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: പിതാവേ, എന്തുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ഉത്തരമുള്ള ഈശോയ്ക്ക് ഉത്തരം ലഭിക്കാത്ത നിമിഷങ്ങളാണ് ഈ ഒരു നിമിഷങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ സഹനങ്ങള്, ഈ കഷ്ടപ്പാടുകളെന്ന്. നമുക്കൊന്നും ഉത്തരം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉത്തരമില്ലാത്തത് കൊണ്ടല്ല, ഉത്തരം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് ഈശോ അനുഭവിച്ച പീഡകളെ കുറിച്ചാണ്. ഗെത്സേമനിയിലെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത്. ഒരുവന്റെ ശരീരത്തിൽ ഏറ്റെടുക്കാനാവുന്നതിലും അപ്പുറത്ത് വേദനയും മാനസിക സംഘർഷവും കടന്നു വരുമ്പോൾ അവന്റെ രോമധൂപ പടലങ്ങളിലൂടെ രക്തം വാർന്നൊഴുകും. ഈശോയുടെ രക്തം വിയർപ്പായിട്ട് ഒഴുകി എന്ന് പറയുമ്പോൾ നാളെ താൻ ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശനുഭവത്തെക്കുറിച്ച് ഓർക്കുന്ന ഈശോ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അതിലൂടെ ശരീരത്തിൽ ഏറ്റെടുക്കുന്ന വേദനയും എത്രയോ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോയ്ക്ക് ശരീരത്തിൽ ഏറ്റെടുക്കാൻ പറ്റാത്തത്ര വേദനയും മാനസിക സംഘർഷവുമാണ് അവിടുന്ന് അനുഭവിക്കുന്നത്. കാരണം അവിടുത്തെ ആ ശരീരത്തിലേക്ക് ഏറ്റെടുക്കുന്ന നമ്മുടെയൊക്കെ പാപത്തിന്റെ ഭാരം അത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഗെത്സേമനി എന്ന് പറഞ്ഞാൽ എണ്ണച്ചക്ക് എന്നാണ് അർത്ഥം. എണ്ണച്ചക്കിൽ ഒരുവനെ ആട്ടുന്ന അത്രയും വേദന, അത് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ആ വേദനയുടെ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ പോകുന്നുണ്ട്. ശിഷ്യന്മാര് ഉറങ്ങുന്നത് കാണുമ്പോൾ കർത്താവ് ചോദിക്കുക, ഒരല്പസമയമെങ്കിലും എന്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതേ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സഹനങ്ങള് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്കാകുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ നൊമ്പരങ്ങൾ ആരും അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ജീവിത സങ്കടങ്ങള് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കാരണം ആ വേദനയുടെ വഴിയിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എണ്ണച്ചക്കിലാട്ടുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. നമ്മുടെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെ ഓർക്കുമ്പോൾ ഒരു എണ്ണച്ചക്കിൽ നമ്മളെ ആട്ടുന്ന ഒരു മാനസിക സംഘർഷവും വേദനയും നമ്മൾ അനുഭവിക്കും. നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് അനുസരിക്കാതെ കടന്നു പോകുമ്പോൾ, നമ്മുടെ രോഗങ്ങളെ ഓർത്തുള്ള നൊമ്പരങ്ങള്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തെ കാണാതെ ഒരു പരിപാലനയും നൽകാതെ ഭാര്യയെ ഓർക്കുമ്പോൾ, ഒരുപക്ഷെ കടബാധ്യതകളെ ഓർക്കുമ്പോൾ, ജീവിതത്തിന്റെ ചില തകർച്ചകളെ ഓർക്കുമ്പോൾ, നാളെ ഓർക്കുമ്പോൾ, എണ്ണച്ചക്കിലൂടെ ആട്ടുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആ അനുഭവങ്ങളെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഈശോനാഥൻ
ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുരിശനുഭവത്തെ ഏറ്റെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന കുരിശനുഭവങ്ങളെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ആ കുരിശനുഭവങ്ങളെ നമ്മൾ ഓരോരുത്തരും സ്നേഹത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് ആ കുരിശ്, ആ സഹനം നമുക്ക്, നമ്മുടെ കുടുംബത്തിന് രക്ഷയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈശോനാഥൻ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്, നമ്മളെ ഓരോരുത്തരെയും അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ആരും മറന്നു പോകരുത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് നാം കൊണ്ടാടുമ്പോൾ ഇത് രക്ഷയുടെ ദിനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അനുഭവിച്ച പീഡകളാണ് നമുക്ക് രക്ഷ നേടി തന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ കുരിശിൽ പീഡകൾ ഏറ്റെടുത്തപ്പോൾ അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പാപത്തിൽ നിന്നുള്ള രക്ഷ നേടിത്തന്നു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ നേടിത്തന്ന ഈ രക്ഷയുടെ അനുഭവത്തിന്റെ നടുവിലൂടെയാണോ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്? ഈ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം. പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് അടിമപ്പെടരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ നമുക്ക് കുരിശിലൂടെ നേടിത്തന്ന രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്കിഷ്ടമായ വിധത്തില് ലോകത്തിന്റെ വഴികളിലൂടെ, തിന്മയുടെ വഴികളിലൂടെ നമ്മൾ ആരും സഞ്ചരിക്കരുത് എന്നും ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഈശോ നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത് എന്നുമാണ് ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ ഈശോ നേടിത്തന്ന രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ തിന്മയുടെ വഴിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അകന്നിരിക്കണം. അപ്പോൾ ആ കുരിശിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ ദുഃഖവെള്ളിയാഴ്ച മനുഷ്യന് വിലയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തന്റെ ഏകജാതനെ ദൈവം നൽകിയ, എത്രമാത്രം ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ മാനിക്കുന്നുണ്ട് എന്നും സ്നേഹിക്കുന്നുണ്ട് എന്നും ഇതിലൂടെ തിരിച്ചറിയണം. മറ്റൊരു മാർഗവും നമ്മൾ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം കണ്ടെത്തുന്നില്ല. തന്റെ ജീവന്റെ ജീവനായ, ഉടലിന്റെ ഉടലായ, തന്റെ ശ്വാസം തന്നെയായ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതുവഴി നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് എത്രമാത്രം വില നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വില നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ നമുക്ക് എന്തു വില നൽകുന്നുണ്ട്? നമുക്ക് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരും ഒരുപക്ഷെ നമുക്ക് വില നൽകുന്നില്ലായിരിക്കാം. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരമായിരിക്കാം നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ അറിയുന്നില്ല എന്നുള്ളത്, നിനക്ക് വില നൽകുന്നില്ല എന്നുള്ളത്. എന്ത് വിലയാണ് എനിക്കുള്ളത് എന്ന് പലപ്പോഴും നീ ചിന്തിക്കും. നിന്റെ അടുക്കളയിൽ നീ അലയുമ്പോൾ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ജോലിയിൽ കഠിനാധ്വാനം നടത്തുമ്പോൾ, നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ സമയവും മറ്റു കാര്യങ്ങൾ നീ മാറ്റിവെക്കുമ്പോൾ, നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പരിചരണം നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് ലഭിക്കാതാകുമ്പോൾ നീ ചിന്തിക്കും, എനിക്ക് എന്ത് വില എന്ന്. നിനക്ക് വില നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മറന്നു പോകരുത്. നിനക്ക് വില ദൈവം നൽകുന്നത് കൊണ്ടാണ് തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാൻ പിതാവായ ദൈവം അയച്ചത്. ദുഃഖവെള്ളിയാഴ്ച നമ്മെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന ദിവസമാണ്. ജോബിന്റെ പുസ്തകത്തില് തന്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ജോബ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ മനുഷ്യനല്ലല്ലോ, പിന്നെ എന്റെ വേദന നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇതിന്റെ ഉത്തരം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തില് പീലാത്തോസ് ഈശോയെ നോക്കി പറയുന്നുണ്ട്, ഇതാ ആ മനുഷ്യനെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വേദനകളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന മനുഷ്യത്വമുള്ളവനായിരുന്നു നമ്മുടെ കർത്താവെങ്കില് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മോട് ഓരോരുത്തരോടും അവിടുന്ന് അരുൾ ചെയ്യുന്നത് മനുഷ്യത്വമുള്ളവരാവുക എന്നുള്ളതാണ്. ജോബ് തന്നെ കാണാനായിട്ട് കടന്നു വന്ന തന്റെ സുഹൃത്തുക്കൾ തന്നെ നോക്കി കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ജോബ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിശബ്ദരാകൂ, എന്നെ ഒന്ന് കേൾക്കൂ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വലിയ നൊമ്പരമാണ് ആരും കേൾക്കാനില്ലാത്ത ഒരവസ്ഥ. നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കള്, അവര്
അവരെ നീ ഒന്ന് കേൾക്കാനായിട്ട് കൊതിക്കുന്നുണ്ട്. അവരുടെ മുൻപിലിരിക്കാനായിട്ട് നിന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നീ മറന്നു പോകരുത്. നിന്റെ സാന്ത്വനം ആവശ്യമുള്ള, നിന്റെ കരുതൽ ആവശ്യമുള്ള, നിന്റെ സഹായം ആവശ്യമുള്ള ഒത്തിരിയേറെ പേര് ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യനായി തീരുവാനായിട്ടുള്ള ഒരു വിളി ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കും, എന്തിനീ സഹനമെന്ന്? എന്തിനാ ദൈവം സഹനം തരുന്നത്? ജോസഫിന്റെ ജീവിതം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫ് കടന്നുപോകുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ ആഴം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുൻപിൽ നീതിമാനായിട്ട് ജീവിച്ചവനാ ജോസഫ്. ജോസഫ് കടന്നുപോകുന്ന വഴി അത് ദൈവത്തിന്റെ വഴിയാണ്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തവനാ ജോസഫ്. എങ്കിലും അവന്റെ ജീവിതത്തിന്റെ വഴികളിൽ സഹനങ്ങളുണ്ട്, വേദനയുണ്ട്. ഈ സഹനങ്ങളുടെ നിമിഷങ്ങളിലൂടെ ജോസഫ് കടന്നു പോകുമ്പോൾ ദൈവം അവനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹനങ്ങൾക്ക് ശേഷം അവന്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന്റെ നാളുകളാണ്. അനുഗ്രഹത്തിന്റെ നാളുകളിൽ അവൻ നിൽക്കുമ്പോൾ ദേശം മുഴുവനും വലിയ വരൾച്ച കടന്നു വരികയാണ്. ഈ വരൾച്ചയുടെ നടുവില് തന്റെ ദേശത്തിന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് മുൻപിൽ വിളിക്കുമ്പോൾ ആ ദൈവം തന്റെ വെളിപ്പുറത്തിറങ്ങി വരുന്നവനാണെന്നുള്ള ബോധ്യം ജോസഫിന് ലഭിക്കണമെങ്കിൽ ഈ സഹനത്തിന്റെ വഴിയിലൂടെ ജോസഫ് കടന്നു പോകേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ നീ വിളിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരുന്നവനാണ് എന്നും നിന്നെ ദൈവം സ്നേഹിക്കുന്നവനാണ് എന്നുമുള്ള ബോധ്യത്തിലേക്ക് നിന്നെ നയിക്കുന്നതിന് വേണ്ടി ദൈവം നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുമെന്ന് നീ മറന്നു പോകരുത്. ഇസ്രായേലിന്റെ ജീവിതത്തില് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ മോശയുടെ നേതൃത്വത്തിൽ വിളിച്ചിറക്കിക്കൊണ്ടുവരുമ്പോൾ അവര് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ മുൻപിലേക്ക് നോക്കുമ്പോൾ ചെങ്കടല് തടസ്സമായിട്ട് നിൽക്കുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോയും സൈന്യങ്ങളും, സൈഡുകളിലേക്ക് നോക്കുമ്പോൾ ചതുപ്പ് നിലങ്ങൾ. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ഒരു ജനം. പ്രിയപ്പെട്ടവരെ, അവരുടെ മുൻപിൽ നിന്ന മനുഷ്യനായ മോശ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവം അവനോട് പറയുക, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് വെള്ളത്തിന് മീതെ അടിക്കുക. അവനത് ചെയ്യുമ്പോൾ വെള്ളം രണ്ടായിട്ട് മാറിയെന്നും വറ്റി വരണ്ട ഭൂമിയിൽ എന്ന പോലെ ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലൂടെ ഇപ്പുറത്തെത്തി എന്നും നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വടി ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ സഹനങ്ങളില്, നമ്മുടെ വേദനകളില്, നമ്മുടെ കഷ്ടപ്പാടുകളില് ദൈവം ഒരു വടി നമുക്ക് തന്നിട്ടുണ്ട്, വിശ്വാസത്തിന്റെ വടി. ഈ വിശ്വാസത്തിന്റെ വടി നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വിശ്വാസത്തോടെ മാത്രമേ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് ആ സഹനങ്ങൾ രക്ഷയായിട്ട് മാറുക. ഒരു നിമിഷം കരങ്ങളൊക്കെ കൂപ്പിപ്പിടിക്കാം. നമ്മുടെ സഹന അനുഭവങ്ങളെയും നമ്മുടെ വേദനകളെയും കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല കർത്താവേ, ക്രൂശിതനായ അങ്ങയുടെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സഹനങ്ങളെ മുഴുവനും രക്ഷയാക്കി മാറ്റണമേ. എന്റെ സഹനങ്ങൾ എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് മാറ്റുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. സഹനങ്ങളെ പുലുകുവാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. ആമേൻ.